ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ പരിക്കോ ഒന്നുമില്ല. നല്ല വണ്ടി, ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടി. ഇതിനകത്ത് ചോദിക്കുന്നത് 5.25 ചോദിക്കുന്നത് അല്ല. വില കുറയൂലേ? ഓക്കെ, വില കുറച്ച് കൊടുക്കും. പിന്നെ മാക്സിമം 10-50 ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ഓക്കെ, 2000 അതിപ്പോ നമ്മൾ ഷേപ്പ് വണ്ടി കാണിച്ചു കൊടുക്കണ്ടല്ലോ വീഡിയോയിൽ വണ്ടിന്റെ, അപ്പൊ മനസ്സിലാവും. ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയതാണ്. 6 രൂപയാണ് ചോദിക്കുന്നത്, വില കുറച്ച് കൊടുക്കും. ഇത് ഇത്രയും വില എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ കേരള ആ ഒരു വില ചോദിക്കുന്നത്. പിന്നെ ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 4 ആക്കി. പിന്നെ ഓപ്ഷൻ വരുന്ന വി ആണ് അല്ല, അതിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഈ വിയും G4 ആയിട്ട്? എയർ ബാഗ്, അതേപോലെ സ്റ്റാരിംഗ്, അതിന്റെ കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് AC വരിക, അത് വീല് അത് വ്യത്യാസം വരുന്നുണ്ടല്ലോ. പിന്നെ അലോയ്സ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നൗഫലാണ്, ഇതിന്റെ ഓണറാണ്, ബിഗ് ബോസ് ആണ് കേട്ടോ നൗഫല്. പിന്നെ എന്തൊക്കെയുണ്ട് നൗഫലെ? സുഖല്ലേ? വളാഞ്ചേരി കാർ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ മലപ്പുറം വെച്ച് കണ്ടതിൽ ഏറ്റവും ഒരു വ്യത്യസ്തമായ ഒരു യാർഡാണ്. കാരണം എന്താ വെച്ചാൽ ഇവര് പിന്നെ പുറത്തുള്ള ആളെ കൊണ്ട് ഇവിടെ പരസ്യമൊന്നും ചെയ്യണില്ല. കാരണം ഇവർക്ക് തന്നെ സ്ഥിരമായിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട് അല്ല. ഡെയിലി ഇവർക്ക് ഡെലിവറി എന്തായാലും ഒരു ദിവസം ഒരു വണ്ടിയെങ്കിലും ഡെലിവറി ഉണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. അപ്പോ ഒരു വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റിയ വലിയൊരു യാർഡാണ് കേട്ടോ ഇത്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന്, അതായത് ഇപ്പൊ മലപ്പുറത്ത് നിന്ന് പുറത്തായാലും ഇനിയിപ്പോ ഇന്ത്യയിൽ നിന്ന് പുറത്തായാലും എവിടെ നിന്നായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി കാണുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാം. കാരണം അത്രയും നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ മോഡൽ കൂടിയ വണ്ടികളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഒരു 2015 ശേഷമുള്ള വണ്ടികളാണ് കൂടുതലുള്ളത് അല്ല, അതിന് താഴത്തുള്ള വണ്ടികളൊന്നുമില്ല. പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ 3 വാഗണർ, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ 4 പീസ് ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? പിന്നെ എക്സ്പ്രോസ് ഉണ്ട്, ബ്രസ് ഉണ്ട്, പിന്നെ 7 സീറ്റർ വണ്ടി ഇന്നോവ ഉണ്ട്, ഇന്നോവ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ 5 സീറ്റർ വണ്ടികളാണ്. പക്ഷെ ഒക്കെ നല്ല വണ്ടികളാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള. ഈ കോഴിക്കോട് അലുവ മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കോഴിക്കോട് അലുവ വെച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ, അതേപോലെയാണ് ഇവിടുത്തെ. ഞാൻ സാധാരണ നോക്കി കാണാൻ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വണ്ടികൾ. എന്തോ ഒരു ലുക്കാണ്. ഇവർ ഡെയിലി വണ്ടി ഇവിടെ കഴുകും, വൃത്തിയാക്കും, അങ്ങനെയൊക്കെ നല്ല വൃത്തിയിലാണ് വണ്ടി ഇവർ വെക്കുന്നത്. പിന്നെ ക്വാളിറ്റിന്റെ ഞാൻ പറയുന്നില്ല, അത് നമ്മളെ നൗഫലിനോട് ചോദിക്കാം. നൗഫലെ, ക്വാളിറ്റി എന്ത് പാട് വണ്ടിന്റെ? കൂടുതൽ റീപ്ലേസ് ഉള്ള വണ്ടികൾ എടുക്കണില്ല. പിന്നെ അതേപോലെ മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികളൊന്നും ഇല്ലല്ല. കൂടുതലും സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ അങ്ങനെയുള്ള വണ്ടികളാണ് നിങ്ങൾ. ആകെ 1-2 വണ്ടികൾ മൂന്നാമത്തെ ഓണർ ആയത്. എല്ലാം ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് അല്ല. വണ്ടി ഒക്കെ നല്ല വണ്ടികളാണ്. ഈ മേജർ ആയ വണ്ടികൾ എടുക്കലേ ഇല്ല നിങ്ങൾ. ഓക്കെ, ഏതൊരു ആൾക്കും. പിന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇപ്പോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ചിലപ്പോൾ അവർ അനിയന്മാരോ അല്ല വീട്ടുകാർ കമ്പനിക്കാരെങ്കിലും ഒന്ന് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നോക്കിയിട്ടല്ല അഡ്വാൻസ് ആക്കല് സാധാരണ. അപ്പൊ ഗൾഫിൽ നിന്ന് ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു ഗൂഗിൾ പേ വഴി ആയിട്ട് അഡ്വാൻസ് ആക്കാനൊക്കെ ധൈര്യമായിട്ട് പറ്റുമോ? നമ്മൾ അത്രയും നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതാണ്, അതൊന്ന് പ്രേക്ഷകരോട് പറയും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതെ, അത് കറക്റ്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ സ്വിഫ്റ്റ് കാറിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഈ നേവി കളർ ഉണ്ടല്ലോ, നേവി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നോക്കി കാണുന്നത് നേവി കളറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളർ. അതുപോലെ തന്നെ പല ആൾക്കാരുണ്ടാവും ഈ ഒരു കളറിനെ നോക്കുന്നത്. ഇവിടെ ഈ കളറിൽ ഏകദേശം മാക്സിമം 5 വണ്ടി ഉണ്ടല്ലോ ഈ കളറിൽ. അതായത് സ്വിഫ്റ്റിൽ 2 ഉണ്ട്, പിന്നെ ബലോനോ ഉണ്ട്, പിന്നെ ഉണ്ടായിന്റെ ഒരു വണ്ടി ഉണ്ട്. 4 വണ്ടി ഉണ്ട് ഈ ഒരു കളറിൽ. പിന്നെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിൽ തുടങ്ങാം. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം. ഇത് മോഡൽ എത്രയാണ് ഈ സ്വിഫ്റ്റ് കാർ? ഇത് 2021 മോഡൽ. 2021 മോഡലാണ്. വണ്ടി ഓപ്ഷൻ വരുന്നത് VXI പെട്രോൾ വണ്ടിയാണ് അല്ല. ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും? ഇത് 60,000 ഓടി, 60,000 കിലോമീറ്റർ ഓടി വണ്ടി. പിന്നെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് അല്ല. 2021 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊന്നും അല്ല. പിന്നെ ആക്സിഡന്റ് പിന്നെ ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനത്തെ വണ്ടികൾ ചെറിയ എന്തെങ്കിലും ഈ ബമ്പർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് മേജർ ആയിട്ടൊന്നുമില്ല. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഉള്ളിൽ നല്ല ക്വാളിറ്റി അടിച്ചപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ നിങ്ങൾ എക്സ്ട്രാ കയറ്റിയതാ? VXI വരൂലല്ലോ കമ്പനിന്ന്, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 6.55 ചോദിക്കുന്നത്, അഡ്ജസ്റ്റ് ആക്കി കൊടുക്കല. 6.55 ചോദിക്കുന്ന വില കുറച്ചു കേട്ടോ. മാക്സിമം 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഒരു 50 രൂപ മതി. നമുക്ക് അതേപോലത്തെ സെയിം കളറിൽ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2022 മോഡലാണ്. VXI ഓപ്ഷൻ ആണ്. 18,000 വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, സർവീസ് കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഇതിലും റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, പക്കാണ്. എന്തെങ്കിലും ചിലപ്പോൾ റീപെയിന്റ് ആവാൻ ചെറുതായിട്ട്. അതെ, അത് ബമ്പറിൽ എന്തായാലും ഉണ്ടാവും, ഏത് പുതിയ വണ്ടിക്ക് ആണെങ്കിലും ഉണ്ടാവും. ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് 7 ചോദിക്കുന്നത്. ഓക്കെ, 2022 മോഡലാണ്. ആകെ 18 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഇതും അതേപോലെ തന്നെ എത്ര പൈസ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം? ഒക്കെ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാം. അപ്പോ വേണമെങ്കിൽ വിളിച്ചോ. അടുത്ത നമുക്ക് ഉണ്ടായിന്റെ ഇതേതാണ്? 2016 i20 ഏറ്റവും ഫുൾ ഓപ്ഷൻ.
ഓപ്ഷനൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇത് മോഡൽ എത്ര വരുന്നത്? 2016 ഡീസൽ. ഡീസൽ വണ്ടിയാണ്. 2016 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഇത് മാനുവൽ അല്ലേ? വണ്ടി മാനുവൽ അല്ലേ? ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 85,000. 85 അല്ല 85 ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർ ആയിട്ടുണ്ട്. മൂന്നാമത്തെ കയറി. ഇത് സെക്കൻഡ് ഓണർക്ക് ഞാൻ കൊടുത്തതാണ്. അവര് ഇവിടെ പിന്നെ വീണ്ടും നമ്മൾക്ക് വേറെ വണ്ടി എക്സ്ചേഞ്ച് എടുത്ത് പോരാം. അതെ അതെ. ഓക്കെ, ഈ ഒരു വണ്ടി മാത്രം മൂന്നാമത്തെ ഓണറിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി മാത്രം അല്ലേ? ഓക്കെ, ഇത് വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തട്ടുമുട്ടൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഓക്കെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 5.25. 5.25 2016 മോഡലാണ്. 5.25 ചോദിക്കുന്നത്. ഇത് എത്ര പൈസ ഉണ്ട് ഇറക്കാൻ പറ്റും? ഒക്കെ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ. ഏകദേശം ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും 50 രൂപ ഉണ്ടെങ്കിൽ മാക്സിമം 50 രൂപ മതി അല്ലേ? മാക്സിമം 50 മതി. 50 മതി. മതിയാവും. മാക്സിമം 50. നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങളെ സിബിൽ സ്കോർ നിങ്ങളുടെ ട്രാക്ക് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 50,000 രൂപ വേണ്ട. അതിന്റെ ഉള്ളിലുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഇതിപ്പോ വില കുറച്ച് കൊടുക്കില്ല? നിങ്ങൾ ചോദിച്ച വില അല്ലല്ലോ. അല്ല, വില എല്ലാത്തിനും കുറച്ച് കൊടുക്കും അല്ലെ? ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടികളും ചോദിക്കുന്ന വില അല്ല, വില ഒക്കെ അഡ്ജസ്റ്റ് ആക്കി തരും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ആദ്യയുടെ ബലോണ നമുക്ക് നോക്കാം. ഇത് ഓട്ടോമാറ്റിക്കാ മാനുവൽ വണ്ടി അല്ലേ? 2021 ഡെൽറ്റയാണ്. ഓക്കെ, 2021 ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ പെട്രോൾ വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഇത് മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 35,000 കിലോമീറ്റർ. 35 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി കാണാൻ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ നിങ്ങളോട്. പിന്നെ ഈ വണ്ടികളൊക്കെ നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ നല്ല ലുക്കിൽ തന്നെ വണ്ടിയുള്ളത്. പിന്നെ ഞാൻ ഓരോ വണ്ടികൾ കാണിച്ച് നല്ല ലുക്കാണ്, നല്ല ഇതാണൊക്കെ പറയലുണ്ട് ചില വീഡിയോയില്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒരു വണ്ടീനെ മാത്രം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാ വണ്ടികളും കാണാൻ നല്ല ലുക്കാണ്, എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇവരെ 7 ലക്ഷം രൂപ ചോദിക്കണ്ട അല്ലേ? 2021 മോഡലാണ്. ഏകദേശം 35 ഓടിയിട്ടുള്ളൂ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വണ്ടിയാണ്. ബ്രസ്സ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് എത്ര മോഡൽ വരുന്നത്? 2018 മോഡലാണ്. VDI ആണ് ഓപ്ഷൻ. ഡീസലാണ് കേട്ടോ. അത്യാവശ്യം 20 മൈലേജ് കിട്ടൂലേ ഇതില്? ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതന്നെ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ അത്ര 20ന്റെ അടുത്ത് കിട്ടൂല. മാക്സിമം ഒരു 18ന്റെ ഉള്ളിൽ. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 1.35 ഓടിയിട്ടുണ്ട്. 1.35 ഓടിയിട്ടുണ്ട്. ഇത് വണ്ടി റീ ആണ് കേട്ടോ, കേരള വണ്ടിയല്ല, റീ ആണ്. നമ്പർ ആക്കിയിട്ടുണ്ട്. നമ്പർ ഓൾറെഡി ഇപ്പൊ ആയതാണ്. വണ്ടി വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ്, മെയിൻ ഗ്ലാസ് റീപ്ലേസ്, മേജർ ആക്സിഡന്റുകളൊന്നുമില്ല. ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ്. അത് റീ വണ്ടി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കണക്കൂട്ടാ, അത് മെയിൻ ഗ്ലാസ് പോയിട്ടുണ്ടാവും. പിന്നെ വേറെ മേജർ ആയിട്ടൊന്നുമില്ല. കാണാൻ നല്ല വണ്ടി തന്നെയാണ്. പിന്നെ ക്വാളിറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്ത് പാട്? അല്ല, നിങ്ങളിപ്പോ വണ്ടി എടുത്ത ആളല്ല, അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിനെ പറ്റി. 1.35 ഓടിയിട്ടുണ്ട്. മീറ്ററിൽ അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത് ഓട്ടത്തിൽ മനസ്സിലാവും അല്ലെ? അല്ല, അത് സർവീസ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. അപ്പൊ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഓട്ടത്തിന്റെ കറക്റ്റ് ആണെന്ന് മൂപ്പർ പറയുന്നുണ്ട്. പിന്നെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ കേട്ടോ. പിന്നെ എത്ര ചോദ്യം? ഇത് 7 രൂപ ചോദിക്കുന്നുണ്ട്. 7 രൂപ ചോദിക്കുന്നുണ്ട്. 2018 മോഡല് VDI ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിപ്പോ കേരള വണ്ടിയാണെങ്കിൽ അതിനേക്കാൾ കൂടുമല്ലോ. കേരള വണ്ടി 8ന്റെ മേലേക്ക് നോക്കിയാൽ. അതെ, കാരണം 7 രൂപയാണ്. ഇത് മാനുവൽ അല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത്. 2018 ഡീസൽ. അപ്പൊ 7 രൂപയാണ് ചോദിക്കുന്നത്. റിയ ആയതുകൊണ്ടാണ് അത്ര ചോദിക്കുന്നത്. പിന്നെ കേരള നമ്പർ കേരള വണ്ടി ആണെങ്കിൽ ഇതിനേക്കാളും റേറ്റ് കൂടും. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. ഇതിപ്പോ ചോദ്യം മാത്രമാണ് കേട്ടോ. ഇതിനേക്കാൾ താത്തി തരും ഇവര്, വില കുറച്ച് തരും. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാവുന്ന ആ ഒരു കോലത്തിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വില താത്തി തരും. മാക്സിമം ഫിനാൻസും കിട്ടും അല്ലെ? ഫുള്ള് ഫിനാൻസ് കിട്ടും. എസ് ക്രോസ് ഡീസൽ വണ്ടിയാണ്, മാനുവൽ ആണ് കേട്ടോ വണ്ടി. ഡീസൽ ആകുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ? ഇത് ഹൈബ്രിഡ് ആണ് അല്ലേ? ഓക്കെ, ഹൈബ്രിഡ് ആണ്. മൈലേജ് കൂടുതൽ കിട്ടും. ഇത് ഓപ്ഷൻ വരുന്നത് ഫുൾ ആണ്. ഏറ്റവും ആൽപ്പാണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഈ പ്രൊജക്ട് ലൈറ്റ് അതുപോലെ തന്നെ ഇതൊക്കെ ഇതിൽ വരുന്നല്ലേ? പിന്നെ അലോയ്സ് കാര്യങ്ങൾ, പിന്നെ ഉള്ളിൽ എന്തൊക്കെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ? വണ്ടി, അതായത് ആൻഡ്രോയിഡ് സിസ്റ്റം, പിന്നെ അടിച്ചപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തല്ലോ. കമ്പനി വരുന്നതാണ്. ഓക്കെ, ഇത് എത്ര മോഡൽ നമ്മൾ ചോദിച്ചില്ല? 18 മോഡലാണ് വണ്ടി. എത്ര ഓടിക്കുന്നത്? 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് അല്ല? ഓക്കെ, ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വില അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, വില കുറച്ച് കേട്ടോ. 8 രൂപ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതും അതേപോലെ തന്നെ മാക്സിമം 10, 50, 60 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. പിന്നെ ഈ സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2016 മോഡലാണ്. VDI ഓപ്ഷൻ. ഓക്കെ, ഡീസൽ ആണ് ഓപ്ഷൻ. പിന്നെ VDI ആണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 1.10 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉണ്ട് അല്ലേ? 1.10 ഓടിയിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം കട്ടുള്ള 4 ടയറാണ്. സ്റ്റെപ്പിനൊക്കെ പുതിയതാണോ? സാധാരണ കട്ടുള്ള ടയറാണ് അല്ലേ? ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി കാണാൻ തന്നെ ഒരു ലുക്ക് ഉള്ളതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4.80.
480 ചോദിക്കുന്നത്. 480 ചോദിക്കുന്നത്, വില കുറയും. ആ, ഇതും മാക്സിമം 50 ഉറുപ്പിക ലോൺ എടുക്കാം അല്ല. ഓക്കെ, 2016 മോഡലാണ് കേട്ടോ. ചോദിക്കുന്നത് 480 നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ, ഒന്നുമില്ല, ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ആയിക്കോട്ടോ. 2016 മോഡൽ 480 ചോദിച്ചാൽ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും താല്പര്യം ആവശ്യമുള്ളവർ വേഗം വന്നോളി. ഒരു റെഡ് കളറിൽ വരുന്ന നല്ല അടിച്ചാപ്പൊളി സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? 2020 ആണ്. 20 മോഡലാണ്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ആണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 75,000 ഓടിക്കണം അല്ലേ. ഓക്കെ, വണ്ടി എന്ത് ഇല്ല. ഇതും അതേപോലെ തന്നെ നല്ല വണ്ടി തന്നെയാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിച്ചപൊളി വണ്ടിയാണ്. ഇതിന് നിങ്ങൾ എത്ര ആസ്ക്? ഇത് നമുക്ക് 610 ചോദിക്കുന്നത്. 610 ചോദിക്കണ്ടല്ലേ. ഓക്കെ, വില കുറയൂലേ? ഓക്കെ, വില കുറച്ച് കേട്ടോ. 610 ചോദിക്കുന്നതാണ്. പിന്നെ ഇതും മാക്സിമം അതേപോലെ തന്നെ ഫിനാൻസ് 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ വണ്ടി ലോൺ തീർക്കാം. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് 2 ആൾട്ടോ കാർ നമുക്ക് നോക്കാം. ഇവിടെ 2 പീസാണ് ഉള്ളത്. ഒന്ന് പഴയ മോഡലിൽ, ഒന്ന് പുതിയ മോഡൽ ഉണ്ട് അല്ലേ. ഇത് നമുക്ക് പുതിയ മോഡൽ നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് മോഡൽ എത്ര? 2021 മോഡലാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഒക്കെ ചെയ്തിരുന്നു അല്ലേ. ഇത് വിൻഡോ എത്ര വരുന്നത്? പവർ വിൻഡോ ഫ്രണ്ടിൽ വരും. ഫ്രണ്ടിൽ 2 എണ്ണം വരും അല്ലേ. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ അല്ലേ. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 32,000 കിലോമീറ്റർ. 32,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തന്നെ ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഉള്ളും പുറത്തൊക്കെ സീറ്റ് കവറൊക്കെ നല്ല അടിച്ചപൊളിയാണ്. ഇതിന് നിങ്ങൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 3.5 ചോദിക്കുന്നുണ്ട്. 3.5 ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, 2021 മോഡലാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. ഓടിയിട്ടുള്ളത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. 3.50 ചോദിക്കുന്നുണ്ടെങ്കിലും വില കുറച്ച് വരും. ഫിക്സ് റേറ്റ് അല്ല, മാക്സിമം ഫിനാൻസും കിട്ടും. 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സിൽവർ കളറിൽ വരുന്ന വണ്ടി നോക്കാം. 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് LXi ഓപ്ഷൻ ആണ്. പക്ഷേ VXi ആക്കിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് അതേപോലെ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. 1.10 ഓടിയിട്ടുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ഇല്ല. സെക്കൻഡ് ഓണർ ആണ്. ഇതിപ്പോ 2015 വണ്ടി ഇപ്പോ ഈ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ മേലുള്ള. ഓക്കെ, എത്ര ഇനി ചോദിക്കുന്നത്? ഇത് 2.20 ആണ് നമ്മൾ ചോദിക്കുന്നത്. 2.20 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും അല്ലേ. പുത്തൻ മോഡൽ മാരുതിയുടെ വാഗണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2022 2022 മോഡലാണ്. മാനുവലാ? ZXi ആണ് ഓപ്ഷൻ വരുന്നത്. മാനുവൽ ആണ്. ഇത് എത്ര CC ആണ് വണ്ടി? ഇത് 1200 ആണ്. 1.2 ആണ് CC വരുന്നത്. വണ്ടി എന്ത് പാട്? നല്ല വണ്ടി. നീറ്റ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ. എത്ര ഓട്ടോ? 40,000 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ചോദ്യം? ഇത് 6 രൂപ ചോദിക്കുന്നുണ്ട്. 6 രൂപ ചോദിക്കുന്നുണ്ട്. വില താത്തി കൊടുക്കില്ല. ഇത് ഓണർഷിപ്പ് എത്ര തന്നെ? ഫസ്റ്റ് ഓണർ ആണ്. ഓക്കെ, 2022 മോഡലാണ് വണ്ടി കേട്ടോ. 6 രൂപയാണ് ചോദിക്കുന്നത്. വില കുറച്ച് വരും. 1.2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1.2 ആണ്. കാരണം ഈ 1,000, 1000, 1200 ആയിട്ട് വില വ്യത്യാസം വരുന്നുണ്ട് കമ്പനി വരുമ്പോൾ. പിന്നെ ഇത് ഓപ്ഷനും കൂടി നോക്കേണ്ട വെച്ചാൽ ZXi ആണ് ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് പുത്തൻ മോഡൽ ഹോണ്ടയുടെ അമേസ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2022 2022 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. VX ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. VX ആണ്. ഡീസൽ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വണ്ടി അല്ലേ. വണ്ടി എന്ത് പാട്? അതൊന്നുമില്ലല്ലോ. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി. ഓക്കെ, നല്ല വണ്ടി അല്ലേ. എത്ര ചോദിക്കുന്നത്? ഇത് 11.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 11.5 ചോദിക്കുന്നത്. 2022 മോഡലാണ്. മാക്സിമം ഫിനാൻസ് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂ? ഇതൊരു 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വണ്ടി വരും അല്ലേ. ഓക്കെ, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. അപ്പോ ഇത് നമ്മൾ ഓട്ടം ചോദിക്കുന്നത് എത്ര? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് ഫസ്റ്റ് ഓണർ അല്ലേ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു വാഗണർ നോക്കാം. ഇത് മോഡൽ എത്ര? 2018 മോഡലാണ്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 85 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് 4.10 ചോദിക്കുന്നുണ്ട് അല്ലേ. വില കുറയൂലേ? ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് പുത്തൻ മോഡൽ മാരുതിയുടെ വാഗണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2022 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VXi 1 ലിറ്റർ ആട്ടോ. അത് 1 ലിറ്റർ മൈലേജ് കൂടുതൽ. ഓക്കെ, VXi ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി എത്ര ഓടിയിട്ടുള്ളത്? ഇത് 38,000 കിലോമീറ്റർ. 38,000 ഓടിക്കണം അല്ലേ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ പരിക്കോ ഒന്നുമില്ല. നല്ല വണ്ടി. ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടി. ഇതിനെത്ര ചോദിക്കുന്നത്? 5.25 ചോദിക്കുന്നത് അല്ലേ. വില കുറയൂലേ? ഓക്കെ, വില കുറച്ച് കൊടുക്കും. പിന്നെ മാക്സിമം 10-50 ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം. ഓക്കെ, 2022 മോഡലാണ് കേട്ടോ. 1000 CC വരുന്ന വണ്ടി 5.25 ചോദിക്കുന്നത്. പിന്നെ ആകെ എത്ര ചില്ലറ ഓടിയിട്ടേ? 38,000 ഓടിയിട്ടേ ഉള്ളൂ കേട്ടോ. അത് വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. പുത്തൻ മോഡൽ ബ്രസ് നമുക്ക് നോക്കാം. ഇത് എത്ര മോഡൽ? 2022 മോഡലാണ്. പിന്നെ മാനുവൽ ആണ് വണ്ടി. പെട്രോൾ അല്ല വണ്ടി. പെട്രോൾ വണ്ടി. ഓപ്ഷൻ വരുന്നത് VXi ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ.
വണ്ടി എത്ര ഇത് ചോദ്യം? ഇത് 9.45 ചോദിക്കുന്നുണ്ട്. 9.45 ചോദിക്കുന്നുണ്ട്, വില കുറയും അല്ല? മാക്സിമം 10 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റില്ല വണ്ടി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അപ്പോൾ ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നൗഫലിനെ വിളിക്കാം. നൗഫലിന്റെ നമ്പർ വീഡിയോന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആയിട്ട് ഒന്ന് നൗഫലെ ഒന്ന് വിട്ടു കേട്ടോ. ആരെങ്കിലും വണ്ടി നോക്കാൻ വരികയാണെങ്കിൽ ഇത് ലൊക്കേഷന് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് വളാഞ്ചേരി കൊളമംഗലം, അതായത് ഇത് വളാഞ്ചേരിയാണ് പ്ലേസ് വരുന്നത്. അല്ല, പ്ലേസ് വരുന്നത് അതായത് വളാഞ്ചേരിയാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടിൽ വരുമ്പോൾ ഏകദേശം നമ്മൾ ആ സ്ഥലത്തിന് വരുന്നത് കൊളമംഗലം. ഇത് കോളമംഗലം അല്ലേ? ഓക്കെ, കോളമംഗലം ജംഗ്ഷനിലാണ്. ഇവിടെ എന്തെങ്കിലും അറിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ മോട്ടോഴ്സ് ഉണ്ട് തൊട്ടടുത്ത് മോട്ടോഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ ഇപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓഡിറ്റോറിയം. ഓക്കെ, ആ ഓഡിറ്റോറിയം, നമ്മൾ ചെറിയ പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഓഡിറ്റോറിയം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ പെരിന്തൽമണ്ണ വരികയാണ് ആ വഴി ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, വളാഞ്ചേരിക്ക് എത്തുന്നേക്കാൾ ഒരു 1.5 കിലോമീറ്റർ മുമ്പുള്ള യാർഡാണ്. ഓക്കെ, ഇത് എന്തായാലും കാണും, ഉള്ളിൽ പുറത്തേക്കുള്ള യാർഡാണ്. ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇന്നോവ കാണിച്ചു കൊടുക്കാം. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ്. ഇവിടെ ഈ യാർഡിലുള്ള ഒരേ ഒരു വണ്ടിയാണ് കേട്ടോ. മോഡൽ കുറഞ്ഞതിൽ ഒരേ ഒരു വണ്ടി. അതായത് ഇത് മോഡൽ എത്ര? 2010 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, വണ്ടി ഇത് എന്ത് പാട് ഹിസ്റ്ററി ഉണ്ടാവും? അതിന്റെ ഉണ്ടാവും. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് തന്നെ. വേറെ അപകടങ്ങളൊന്നും വേറെ മേജർ ആക്സിഡന്റ്. ഇത് ഓപ്ഷൻ വരുന്നത് വി ആണ്. പിന്നെ വണ്ടി വേറെ തട്ടുമുട്ടി വരക്കൊന്നും ഇല്ല എന്നുള്ള വണ്ടി നാം മുപ്പത് പറയുന്നത്. ഇത് എത്ര നിങ്ങൾ ആസ്ക്? 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട് വണ്ടി. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ വണ്ടിയാണ്. അതിപ്പോ നമ്മൾ ഷേപ്പ് വണ്ടി കാണിച്ചു കൊടുക്കണ്ടല്ലോ വീഡിയോയിൽ വണ്ടിന്റെ. അപ്പൊ മനസ്സിലാവും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയതാണ്. 6 രൂപയാണ് ചോദിക്കുന്നത്, വില കുറച്ച് കൊടുക്കും. ഇത് ഇത്രയും വില എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ കേരള ആ ഒരു വില ചോദിക്കുന്നത്. പിന്നെ ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ടൈപ്പ് 4 ആക്കി. പിന്നെ ഓപ്ഷൻ വരുന്ന വി ആണ് അല്ല? അതിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഈ വിയും G4 ആയിട്ട്? എയർ ബാഗ്, അതേപോലെ സ്റ്റാരിംഗ്, അതിന്റെ കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് AC വരിക. അത് വീല് അത് വ്യത്യാസം വരുന്നുണ്ടല്ലോ. പിന്നെ അലോയ്സ് കാര്യങ്ങൾ. വരും. ഓക്കെ,